പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും കിരണിനെ കൊല്ലണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് എല്ലാവരും. ഇതേ തുടർന്ന് കാര്യങ്ങൾ അവർ നടത്തുന്നതിന് വേണ്ടിയുള്ള കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്യുന്നു. രാഹുൽ ഇപ്രാവശ്യം കൊട്ടേഷൻ തോറ്റുപോവുകയില്ല എന്നും വിജയിച്ചുകൊണ്ട് തന്നെ വരികയുള്ളൂ എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് കല്യാണിയുടെ അച്ഛനോട്. ഇതോടെ അവരുടെ മരണം കാണാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എന്ന് അയാൾ വ്യക്തമാക്കുന്നു. ഇതേ തുടർന്നുള്ള ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കാണ് കിരണിന് ഏൽക്കുന്നത്. അടിയേറ്റ് കിരൺ താഴെ വീഴുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. കിരണിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പുതിയൊരു അതിഥി കടന്നു വന്നിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ വരവ് പുതിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ ആകെ പകച്ച് നിൽക്കുമ്പോഴാണ് കിരണിനെ ഹോസ്പിറ്റലിലേക്ക് അയാൾ എത്തിക്കുന്നത്. അവിടേക്ക് കല്യാണി കുതിച്ചെത്തിയതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്ന് കല്യാണി ചോദിക്കുന്നു. ഇതോടെ കിരൺ അപ്രതീക്ഷിതമായ ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ള കാര്യം തുറന്നു പറയുന്നു. ഇതിന് പിന്നിൽ മറ്റാരുമല്ല, നിന്റെ അച്ഛൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് കിരൺ അറിയിച്ചതിനെ തുടർന്ന് കല്യാണിയാകെ തകർന്നു പോയിരിക്കുകയാണ്. പക്ഷേ കൃത്യസമയത്ത് തന്നെ രക്ഷിക്കുന്നതിനായി പുതിയൊരാൾ വന്നതുകൊണ്ട് മാത്രമാണ് തൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് കിരൺ പറയുന്നു. ഇതേ തുടർന്നാണ് അയാൾ ആരാണ് എന്ന് കല്യാണി ചോദിക്കുന്നത്. ഞാനും അയാളെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വ്യക്തമാക്കുന്ന കിരൺ ഇതേ തുടർന്ന് അയാൾ വന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ മരിച്ചുപോയേനെ എന്നുള്ള കാര്യം സത്യം തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ കല്യാണി അയാളെ കണ്ടെത്തണമെന്നുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിലാണ് വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് രാഹുൽ അറിയാൻ ഇടയാകുന്നത്. ഇതോടെ വീണ്ടും ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുൻപിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. ഇതറിയുന്ന കല്യാണിയുടെ അച്ഛൻ കിരണും കൂട്ടരും നമ്മൾ തന്നെയാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി അവർ നമ്മളെ വെറുതെ വിടില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് പുതിയൊരു പോംവഴി കണ്ടെത്താം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ. പക്ഷേ ആരാണ് കിരണിനെ രക്ഷിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് ഒടുവിൽ ആ രഹസ്യം പുറത്തേക്ക് കടന്നു വരുന്നത്. കല്യാണിയുടെ ചേച്ചിയുടെ സഹോദരനാണ് ആ വന്നിരിക്കുന്നത്, അതും ചെന്നൈയിൽ നിന്ന്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.